വിവരം കേട്ടാണ്. എന്നെ പോലെ ഒരാൾ ഇനി അങ്ങനെ ജയിക്കണമെങ്കിൽ രാജേന്ദ്രൻ പിള്ള വീണ്ടും ജനിക്കണം, അമ്മണി അമ്മ വീണ്ടും ഉണ്ടാവണം, അവര് വീണ്ടും കല്യാണം കഴിക്കണം. നിന്നെ പോലെ ഒരാൾ ഇനി ജയിക്കൂ. മൃഗങ്ങൾ പോലും ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ശ്വേതാ മേനോനെ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചപ്പോൾ പെർ ഡേയിൽ 1 lakh അവർ കൊടുത്തിട്ടുണ്ട്. എന്റെ പേയ്മെന്റിനെ കുറിച്ച് ഞാൻ പറയാതെ ഞാൻ ഇവരെല്ലാം പറഞ്ഞ കള്ളവാന്ന് മാത്രം ഞാൻ പറയാം. അതെന്തോ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന റീൽസ് എന്തോ കണ്ടതേ ഉള്ളൂ. ലക്ഷ്മി ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറഞ്ഞോണ്ടിരുന്നു. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ലക്ഷ്മി? അല്ല, സ്ട്രോങ് കണ്ടസ്റ്റന്റ് അല്ലല്ലോ. കണ്ടസ്റ്റന്റ് സ്ട്രോങ് ആവുന്നത് ബിഗ് ബോസിലെ മറ്റു മത്സരാർത്ഥികളുമായിട്ട് ഗെയിം കളിക്കുമ്പോഴാണ് അവിടെ സ്ട്രോങ് ആവുന്നത്. ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നല്ല നിലപാട് സ്വീകരിച്ചു, അതിൽ അവർ ഉറച്ചു നിന്നു എന്നാണ് പറയുന്നത്. മാറ്റി പറഞ്ഞു എന്നും പറയുന്നു. ഞാനത് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചില്ല. ഞങ്ങളുടെ ട്രോളൊക്കെ ഇങ്ങനെ കണ്ടു. ഒരു കാര്യം റിവീൽ ചെയ്യോ? സീക്രട്ട് രഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു പേയ്മെന്റ് കിട്ടിയെന്ന് 55,000 ആണെന്ന് പറഞ്ഞ റോബിൻ പറഞ്ഞ 25 ആണ്. അപ്പൊ അഖിലേട്ടൻ എത്രയാണ് ഡെയിലി പേയ്മെന്റ് കിട്ടി? എന്റെ പേയ്മെന്റിനെ കുറിച്ച് ഞാൻ പറയാതെ ഞാൻ ഇവരെല്ലാം പറഞ്ഞ കള്ളവാന്ന് മാത്രം ഞാൻ പറയാം. അപ്പൊ സീക്രട്ട് രഞ്ജു പറഞ്ഞ 55,000 രൂപ പെർ ഡേ കിട്ടിയെന്നാ പറഞ്ഞു. മോനെ, ഇതിനകത്തൊരു യാഥാർത്ഥ്യം ഞാൻ പറയാം. ആദ്യത്തെ 3-4 സീസണുകളിൽ അത്യാവശ്യം പേയ്മെന്റ് ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ ഷോ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരെ അവർക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ശ്വേതാ മേനോനെ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചപ്പോൾ പെർ ഡേയിൽ 1 lakh അവർ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ഒരു മിനിമം ഒരാളുടെ സാലറി 50,000 രൂപയായിരുന്നു പെർ ഡേയിൽ അന്നത്തെ സീസൺ 1. അപ്പോൾ അതെന്തിനാന്ന് പറഞ്ഞാൽ ആ ഷോ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കൂടുതൽ പൈസ ആ ഷോയ്ക്ക് വേണ്ടി പമ്പ് ചെയ്യണം. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റ് ചെയ്യുമല്ലോ. പിന്നെ ബിസിനസ് അപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിന് പൈസ കുറയ്ക്കും. പിന്നെ ഷോ എന്ന് പറയുന്നത് മത്സരാർത്ഥികളുടെ ആവശ്യമായി മാറി. അതായത് ആ ഷോയിൽ വന്നാൽ കൂടുതൽ കാശുണ്ടാക്കാമെന്ന് റോബിന്റെ സീസൺ, അതായത് സീസൺ 4 കഴിഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ സീസൺ 5 മുതൽ എങ്ങനെങ്കിലും ഈ ഷോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമായി മാറി. എങ്ങനെങ്കിലും കയറാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാൾ പൈസ കുറച്ചാൽ പോവാതിരിക്കുമോ? കിട്ടുന്ന പൈസ മേടിച്ചു പോകും. അപ്പൊ അതായത് ഞാനിപ്പോൾ നമ്മുടെ ശമ്പളം വെളിപ്പെടുത്താതിരിക്കും. അതിപ്പം പൊതുജനത്തോട് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ 1/3 ഇവരൊക്കെ പറയുന്നതിൻ്റെ 1/4 ശമ്പളം മാത്രം ഇവർക്കെല്ലാം കൊടുത്തിട്ടുള്ളൂ എന്നത് എനിക്ക് വളരെ പേഴ്സണലി അറിയാവുന്നത്. അത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഞാനിത് കറക്റ്റ് കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ സീസണിൽ ഓരോരുത്തർക്കും എത്ര സാലറി കൊടുത്തു, മറ്റേ സീസൺ എത്ര കൊടുത്തു ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റരുത്. അത് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. വിവരം കേട്ടാണ്. എന്നെ പോലെ ഒരാൾ ഇനി അങ്ങനെ ജയിക്കണമെങ്കിൽ രാജേന്ദ്രൻ പിള്ള വീണ്ടും ജനിക്കണം, അമ്മണി അമ്മ വീണ്ടും ഉണ്ടാവണം, അവര് വീണ്ടും കല്യാണം കഴിക്കണം. നിന്നെ പോലെ ഒരാൾ ഇനി ജയിക്കൂ. ഞാൻ ഫുൾ എന്താണ് ഫോട്ടോ സീസൺ 6 വരെയുള്ള ഗെയിമിംഗ് നോക്കി സീസൺ 7 അത്ര ഫ്ലോപ്പ് ആവുന്ന രീതിയിൽ ഒരു പരാജയമാണെന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അതിനോട് എന്താ പറയുള്ളത്? ജനങ്ങളല്ലേ പറയുന്നത്, അവരല്ലേ പറയേണ്ടത്. കാണുന്ന ഒരു ഓഡിയൻസ് നിലയിൽ അഖിലേട്ടൻ എന്താ പറയുള്ളത്? ജനങ്ങളല്ലേടാ പറഞ്ഞത്, നീ പറഞ്ഞത്. അഖിലേട്ടന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, നീ ജനങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങൾ പറയുന്നത് ശരി. ഗ്രൂപ്പ് ഉണ്ടാക്കട്ടെ. ഗ്രൂപ്പ് ഉണ്ടാകുന്നതിൽ എന്താ കുഴപ്പം? സമൂഹത്തിൽ ഗ്രൂപ്പുകളില്ലേ? നമ്മൾ ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളില്ലേ? ഇതൊക്കെ ബിഗ് ബോസും ഒരു ഇതിന്റെ പ്ലാറ്റ്ഫോം അല്ലേ. അപ്പൊ അവര് ഗ്രൂപ്പ് ഉണ്ടാക്കട്ടെ. സീസൺ 7 താരതമ്യേന കണ്ടന്റ് വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഈ പരാജയം നിന്ന് വീണ്ടും പ്രേക്ഷകർ എടുത്തു പറയുന്നത്. സീസൺ 7 കണ്ടന്റ് ഒരുപാടുണ്ട്. അത് പിന്നെ അവർ ഹാപ്പിയല്ലേ, അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടോ? വീണ്ടും പ്രേക്ഷകർ പറയണില്ല, വളരെയധികം പരാജയം എന്ന് പറയുന്നുണ്ട്. നീ തന്നെ പറയുന്നു, പ്രേക്ഷകർ പറയുന്നത്. പ്രേക്ഷകർ പറയുന്നെങ്കിൽ അതാണ്, അതിനോടാണ് ഞാൻ യോജിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായത് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും. ഒന്നും ചെയ്യാതെ നമുക്ക് ഒരുപാട് നേടിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കുറെ ആൾക്കാർ കിടന്ന് വഴക്കുണ്ടാക്കുന്നിടത്ത് മിണ്ടാതിരിക്കുന്ന ഒരാളോട് സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും ഇഷ്ടം തോന്നാം. ഞാൻ പറഞ്ഞില്ലേ, പ്രേക്ഷകർക്ക് ഇമോഷണൽ കണക്ഷനാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥിയും പ്രേക്ഷകരും തമ്മിൽ ഉണ്ടാവേണ്ടത്. ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ അവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നത് ഇവർ തെളിയിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്തിനാണ് ജനങ്ങളുമായിട്ട് ബന്ധം? ഇപ്പം എന്നെ ഞാൻ ഹൗസിലേക്ക് കയറുമ്പം പല ആൾക്കാരും എതിർത്ത് നിൽക്കുകയാണ്. നമുക്ക് ഹേറ്റേഴ്സാണ് ആ സമയത്ത്. അന്നേരം അവരെ നമ്മൾ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ ഞാൻ ഒരിടത്തും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പെർഫോം ചെയ്യേണ്ടി വരും. പെർഫോം ചെയ്യുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ എന്ന ചിന്ത പ്രേക്ഷകർക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുത്തേണ്ടത്. അതേസമയം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എല്ലാം നെഗറ്റീവായിട്ടുള്ള വളരെ മോശം രീതിയിൽ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഒരാളോട് സോഫ്റ്റ് കോൺട്രോൾ വർക്കാവും. ഇപ്പൊ 3
മൂന്ന് ക്യാപ്റ്റന്മാർ എന്നുള്ളത് ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ കൊണ്ടുവന്നത്. അവര് മൂന്ന് പേരെ കുറിച്ചും അവര് മോശം അഭിപ്രായങ്ങളാണ് ഹൗസിലുള്ളവരെല്ലാം പറയുന്നത്. അല്ല, വേറൊരു കാര്യം ഞാൻ പറയാം. ഇത് ക്യാപ്റ്റൻ എന്നുള്ളത് മാത്രമല്ല ഇത്രയും ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത്, മൃഗങ്ങൾ പോലും ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മളെ വീട്ടിലൊരു 4 പട്ടിക്കുട്ടികളെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അവർ പോലും ഭക്ഷണം കുറേയെങ്കിലുമൊക്കെ വീതം വെച്ച് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയില നമ്മൾ ബിഗ് ബോസിനെ പറ്റി ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടന്റ് മൊത്തം ഉണ്ടായിരിക്കുന്നത് ഈ അടുക്കളയിലാണ്. ഫുഡിന്റെ പേരിൽ നടന്നേക്കുന്ന അടിയാണ് ഏറ്റവും കൂടുതൽ. ഈ കഴിഞ്ഞൊരു എപ്പിസോഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് രാവിലെ ഈ പറഞ്ഞ ഷാനവാസിന്റെ പാലറിഞ്ഞ വിഷയമൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, എന്താ ഉണ്ടാക്കിയെന്ന് എന്തായിരുന്നു റവ വെച്ചിട്ട് എന്താണ് ഉപ്പുമാവ് ഉണ്ടാക്കിയ ഒരു പേരും പറഞ്ഞു. എന്റെ പൊന്നേ, എന്തൂരടിയാണിത്. നമ്മുടെയൊക്കെ സീസണിലൊക്കെ അക്കാര്യത്തിലൊക്കെ നമ്മളൊക്കെ എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് ഈക്വലായിട്ട് കൊണ്ടുപോകുന്ന സ്വഭാവക്കാരാണ് നമ്മളൊക്കെ. ഇപ്രാവശ്യം ഞാൻ ഇടയ്ക്ക് വിളിച്ച ആണോ? ഓക്കെ, ശരി. ഒരു ഫേക്ക് ഗെയിമറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? പല ആൾക്കാരും സത്യസന്ധരല്ലെന്ന് തോന്നാറുണ്ട്. കേൾക്കുന്നത് ഞാൻ പറയത്തില്ല. ബിഗ് ബോസിൽ ഇറങ്ങിയപ്പോൾ എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു? എനിക്ക് അത് കുറയും. എനിക്ക് 11 കിലോ കുറഞ്ഞു. 11 കിലോ കുറഞ്ഞു. ആക്ച്വലി 2 ചപ്പാത്തിയാണ് രാവിലെ എല്ലാവർക്കും കൊടുക്കുന്നത്. ഡിവൈഡ് ചെയ്യണം.